ഇഷ്കാത്തുൽ മസ്വാബീഹ് ബാബുർ റിഫ്ഖി വൽ ഹയാ റിഫ്ഖ് ഹുസ്നുൽ ഖുലുഖ്. ഇതിന്റെ ഫസ്ലു സാലിസ് ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോകുന്നത്. രണ്ട് ഫസ്ല് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. ബാബുർ റിഫ്ഖ് വൽ ഹയാ വ ഹുസ്നുൽ ഖുലുഖ്. ഫസ്ലു സാലിസ്, അതില് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മുടെ സ്വഭാവത്തെ ഏറെ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് കാണാം. സയ്യിദ് ബിൻ ത്വൽഹ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ. എല്ലാ ദീനിനും ഒരു കോണ്ടാക്ട് ഉണ്ട്, ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. ഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിന്റെ ഖുലുഖ് അത് അൽ ഹയാ, ഹയാ ആണ്. റവാഹു മാലിക് മുർസലൻ. റവാഹു ഇബ്നു മാജ വൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ അൻ അനസ് വ അൻ ഇബ്നു അബ്ബാസ്. ഈ രണ്ടുപേരിൽ നിന്ന് ഇബ്നു മാജ അതുപോലെ ബൈഹഖി ശുഅബിൽ ഈമാനിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു മാജ എന്നതൊക്കെ നമുക്ക് അറിയുന്ന പലപ്പോഴും ഹദീസുകൾ നമ്മൾ കേട്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇബ്നു മാജ എന്ന് പറയുന്നത് സാധാരണ സുനനു ഇബ്നു മാജ എന്നതിനെ കുറിച്ചാണ് ഇബ്നു മാജ എന്ന് ഉദ്ദേശിക്കുന്നത്. സുനന് എന്നത് സ്വഹീഹിന്റെ ഹദീസിന്റെ ഗ്രന്ഥമാണ്, വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ്. ബൈഹഖിയും അങ്ങനെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥമാണ്. ഇമാം ബൈഹഖി എന്നും പറയും. അവിടെ ശുഅബുൽ ഈമാൻ എന്നത് പലപ്പോഴും ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ ഉദ്ധരിക്കാറുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നൽ ഹയാഅ വൽ ഈമാന. ഹയാഉം ഈമാനും ഖുറനാഉ, അൽഹംദുലില്ലാഹ്, ഖുറനാഉ ജമീഅൻ, ഒന്നിച്ചു വരുന്നതാണ്. ഈമാനും ഹയാവും ഒന്നിച്ചുണ്ടാകും. ഫൈദാ റുഫിയ അഹദുഹുമ, രണ്ടിൽ ഒന്ന് ഉയർത്തപ്പെട്ടാൽ റുഫിയൽ ആഖർ, മറ്റതും ഉണ്ടാകൂല. അല്ലാഹു കാക്കട്ടെ. അപ്പോ ഹയാഓടെ സംസാരിക്കണം, എല്ലായിടത്തും എല്ലവും പറയരുത്. അത് വലിയൊരു കാര്യമാണ്. ഇബ്നു അബ്ബാസ് ഫൈദാ സുലിബ അഹദുഹുമ, രണ്ടിൽ ഒന്ന് ഊരപ്പെട്ടാൽ തബിയുൽ ആഖറു, മറ്റതും പോകും. റവാഹുൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ. അൻ മുആദ് റളിയല്ലാഹു അൻഹു ഖാല കാന ആഖിറു മാ വസ്വാനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് അവസാനം നബി തങ്ങൾ ഉപദേശിച്ചത് ഹീന വളഅതു റിജ്ലി ഫിൽ ഗർസി, ഞാന് എന്റെ കാല് ഒട്ടകത്തിന്റെ മുകളിൽ ഞാൻ പുറപ്പെടുകയാണല്ലോ. മുആദ് റളിയല്ലാഹു അൻഹു യാത്രയാക്കിയ ആ സമയത്ത് ആ ഒട്ടകത്തിന്റെ മുകളിലേക്ക് ഞാൻ കാലെടുത്തു വെക്കുമ്പോൾ അവസാനം എന്നോട് പറഞ്ഞ ഉപദേശം യാ മുആദ് അൻ ഖാല യാ മുആദ് അഹ്സിൻ ഖുലുഖക ലിന്നാസ്, ജനങ്ങളോടുള്ള നിങ്ങളുടെ സ്വഭാവം നന്നാക്കണം. റവാഹു മാലിക്. വൻ മാലിക് റളിയല്ലാഹു അൻഹു ബലഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ലഭിച്ച വിവരമാണ്. ഖാല ബുഇസ്തു ലി ഉതമ്മിമ ഹുസ്നൽ അഖ്ലാഖ്, സൽസ്വഭാവം പൂർത്തീകരിക്കാനാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. റവാഹു ഫിൽ മുവത്ത റവാഹു അഹ്മദ് അൻ അബീ ഹുറൈറ. മുവത്ത എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ് അഹ്മദ് എന്ന് പറയുന്നത്. അൻ ജഅഫർ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു അൻ അബീഹി, പിതാവിൽ നിന്ന് ഉദ്ധരിക്കാം. ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നളറ ഫിൽ മിർആത്തി, ഒരാൾ കണ്ണാടിയിൽ നോക്കിയാൽ ഖാല, പറയണം, അൽഹംദുലില്ലാഹില്ലദീ ഹസ്സന ഖൽഖി വ ഖുലുഖി, എന്റെ അൽഹംദുലില്ലാഹ്, സർവസ്തുതി അല്ലാഹുവിനാണ്. അല്ലദീ ഹസ്സന ഖൽഖി, എന്റെ സൃഷ്ടിപ്പ് അല്ലാഹു നന്നാക്കി, വ ഖുലുഖി, എന്റെ സ്വഭാവം അല്ലാഹു നന്നാക്കിയതിന് അല്ലാഹുവിന് സ്തുതി എന്ന് പറയണം. വസാന മിന്നി മാ ശാന മിൻ ഗൈരി, മറ്റുള്ളവർക്ക് മോശമായത് അല്ലാഹു എനിക്ക് നന്നാക്കി തന്നു. ഇങ്ങനെ സന്തോഷവും താങ്ക്സും ഗ്രാറ്റിറ്റ്യൂഡും പറയുക എന്നത് ഒരു വിശ്വാസിക്ക് നല്ല ലക്ഷണമാണ്. റവാഹുൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ മുർസലൻ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുകയായിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി, അല്ലാഹുവേ എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കി, എന്റെ സ്വഭാവം നന്നാക്കി തരണേ. റവാഹു അഹ്മദ്.
നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉനബ്ബിഉകും ബിഖിയാരിക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടത്തിൽ നല്ലതാരാന്ന് പറഞ്ഞു തരട്ടെ. ഖാലു ബല, അതെ നബിയെ. ഖാല ഖിയാറുക്കും അത്വലുക്കും അഅമാറ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ദീർഘമായി ആയുസ്സുള്ളവരാണ്. അഹ്സനുഹും അഖ്ലാഖ, അതോടൊപ്പം സൽസ്വഭാവം നന്നാവുകയും ചെയ്തവരാണ്. സ്വഭാവം നന്നായാൽ ദീർഘകാലം ജീവിക്കുമ്പോഴൊക്കെ അമല് കൂടും. റവാഹു അഹ്മദ്. വഅൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത്, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും പൂർണ്ണമായി ഈമാനുള്ളവരാരാ? അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ളവരാണ്. റവാഹു അഹ്മദ് വദ്ദാരിമി, റവാഹു അബൂ ദാവൂദ് വദ്ദാരിമി. സുനനുദ് ദാരിമി എന്നാണ് ഈ ഹദീസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാരിമി റളിയല്ലാഹു അൻഹുവിന്റെ. വഅൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരു റിവായത്ത്, അന്ന റജുലൻ ശതമ അബാ ബക്രിൻ, ഒരാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ, നബിതങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. യതഅജ്ജബ്, നബിതങ്ങൾ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. വയതബസ്സം, നബിതങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. ഫലമ്മ അക്സറ, പക്ഷെ കുറെ പറഞ്ഞപ്പോ റദ്ദ അലൈഹി ബഅദ ഖൗലിഹി, ചിലതിനൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു വെച്ചു. ഫഖദിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ദേഷ്യപ്പെട്ടു. വഖാമ, എഴുന്നേറ്റ് പോയി. ഫലഹിഖഹു അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നാലെ ചെന്നു. വഖാല യാ റസൂലുള്ളാഹി, നബിയെ, കാന യസ്തിമുനി വ അൻത ജാലിസ്, അങ്ങിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കായിരുന്നല്ലോ. ഫലമ്മ റദത്തു അലൈഹി, ഞാൻ തിരിച്ചു പറഞ്ഞപ്പോ ബഅദ ഖൗലിഹി, ചിലതിനൊക്കെ ഞാൻ തിരിച്ചു പറഞ്ഞപ്പോ ഗളിബ്ത വഖുംത, നിങ്ങൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയത് എന്താ നബിയെ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന മഅക മലക്കുൻ യറുദ്ദു അലൈഹി, നിങ്ങൾ തിരിച്ചു പറയാത്ത ആ സമയത്ത് നിങ്ങളെ കൂടെ ഒരു മലക്ക് നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുന്നുണ്ടായിരുന്നു. ഫലമാ റദത്ത, നിങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ റമലദത്ത അലൈഹി വഖാ ശൈത്താൻ, നിങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ അവിടെ പിശാച് വന്നു, മലക്ക് പോയി. സുമ്മഖാൽ, അപ്പൊ അത്രയേറെ പ്രധാനമാണ് ക്ഷമിക്കുക, സഹനത്തോടെ പെരുമാറുക, അതാണ് സ്വഭാവം. സുമ്മഖാല യാ അബൂബക്കർ, എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കറെ, സലാസുൻ കുല്ലുഹുന്ന ഹഖുൻ, മൂന്ന് കാര്യം, ആ മൂന്ന് ഹക്കാണ്. മാമിൻ അബ്ദിൻ ളുലിമ ബിമദ്ലമത്തിൻ, ഏതൊരു മനുഷ്യനും ഒരു സ്ഥലത്ത് ആക്രമിക്കപ്പെട്ടാൽ, ഫയുഫ്ദി അൻഹാ ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ, ഇല്ല അഅസ്സല്ലാഹു ബിഹാ നസ്റഹു, അല്ലാഹു അവനെ സഹായിക്കും. വമാ ഫതഹ റജുലുൻ ബാബ അതിയത്തിൻ, ഏതൊരാളും ഒരു ദാനത്തിന്റെ അധ്യായം തുറന്നാൽ, എന്ന് പറഞ്ഞാൽ സ്വതക്ക ചെയ്യാൻ തുടങ്ങിയാൽ, യുരീദു ബിഹ സുലത്തൻ, നല്ല ബന്ധം ഉണ്ടാകാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ഇല്ലാ സാദല്ലാഹു ബിഹ കസ്റത്തൻ, അള്ളാഹു വീണ്ടും കൊടുക്കും. ഒമാ ഫതഹ റജുലുൻ ബാബ മസ്അലത്തിൻ, ഒരാൾ ഒരു യാചനയുടെ അധ്യായം തുറന്നാൽ, യുരീദു ബിഹ കസ്റത്തൻ, എന്നാൽ കുറെ കിട്ടുമെന്ന് കരുതിയിട്ട് തോന്നിയാൽ, ഇല്ലാ സാദല്ലാഹു ബിഹ ഖില്ലത്തൻ, അള്ളാഹു അതുകൊണ്ട് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും. റവാഹു അഹ്മദ്. ഈ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുരീദുല്ലാഹു ബിഅഹ്ലി ബൈത്തിൻ റിഫ്ഖൻ ഇല്ലാ നഫഅഹു, അല്ലാഹു ഏതൊരു വീട്ടുകാർക്കും ഏതൊരു കൂട്ടർക്കും ഈ കാരുണ്യം, കരുണയോടെയുള്ള പെരുമാറ്റം, മൃദുലമായി പെരുമാറാനുള്ള കഴിവ് അല്ലാഹു കൊടുത്താൽ, ഇല്ലാ നഫഅഹും, അവർക്കത് ഉപകാരപ്പെട്ടിട്ടല്ലാതെ ഇല്ല. വലാ യഹരിമുഹും, അത് ഒരു കൂട്ടർക്ക് നിഷേധിക്കപ്പെട്ടാൽ, വലാ യഹരിമഹും ഇയ്യാഹു, ഈ റിഫ്ഖ് ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടാൽ, സോഫ്റ്റ് ആയിട്ട് പെരുമാറാനുള്ള ഭാഗ്യം ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടാൽ, ഇല്ല ലറഹും, അത് അവർക്ക് പ്രയാസമായിട്ട് തീരും. റവാഹുൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ. അപ്പോ ഈ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് വലിയൊരു ആശയമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വഭാവം അത് വളരെ വലുതാണ്, വലിയൊരു തൗഫീഖാണത്. ആ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കുറെ അമല് ചെയ്ത് ട്രേഡിൽ വരുന്നതിനേക്കാൾ ജീവിതത്തിലേറെയും അമല് വരുന്നത് ഇവിടെയാണ്. ധാരാളം ഖുർആൻ ഓതി, കണ്ടവനോട് ആദ്യം സംസാരിക്കുന്ന വാക്കുകൊണ്ട് തന്നെ അവനെ നോവിച്ചു. ധാരാളം നിസ്കരിച്ചു, ഒരു ജോലിക്ക് വരുന്നവനെ പരമാവധി അങ്ങോട്ട് കഷ്ടപ്പെടുത്തി, എന്നിട്ട് അത് വലിയ കാര്യമായിട്ട് പറയുകയും ചെയ്തു. അതൊന്നും ഒരു തൗഫീഖല്ല, നഷ്ടമാണത്. എന്നാൽ ഏതൊരാളോടും നല്ല രീതിയിൽ പെരുമാറാൻ, സമീപിക്കാൻ, കരുണ കാണിക്കാൻ, ലജ്ജ കാണിക്കാൻ പറ്റിയാൽ അത് നമ്മളെ ആഖിറത്തിലേക്കുള്ള വരുമാനാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.